ഹലോ അപ്പോൾ ദേ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിൻസ്വി ടെമ്പിളിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ കേബിൾ കാറിൽ കയറി ഇനി നമ്മൾ ചിൻസ്വി ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ദേ ഇപ്പോൾ നമ്മൾ ചിൻസ്വി ടെമ്പിളിൻ്റെ ആ ഒരു സ്റ്റേഷനിലെത്തി. കേബിൾ കാറിൽ നിന്ന് നമ്മളവിടെ ഇറങ്ങി. അപ്പം ദേ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും ചിൻസ്വി ടെമ്പിളാണ്. ദേ നമുക്ക് ഈ താഴെ കാണുന്നത് ആ ഒരു ഗോപുരം പോലൊക്കെ കാണുന്നത് നമ്മുടെ ചിൻസ്വി ടെമ്പിളാണ്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജെൻഡിങ് ഹൈലാൻഡ്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ താഴെ ഇപ്പം നമ്മൾ ടെമ്പിളിൻ്റെ ആ ഒരു കേബിൾ കാറിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതേ കേബിൾ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തുരാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരമൊക്കെ നമ്മൾ അവിടെ നിന്ന് എത്ര കേബിൾ കാറൊക്കെ ഏകദേശം ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ നമ്മളിപ്പം അങ്ങോട്ടുള്ള എൻട്രൻസ് ആണ്. നമ്മൾ ആ ബോർഡൊക്കെ കണ്ട് ചിൻസ്വി ടെമ്പിൾ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് ഇനിയിപ്പോൾ താഴേക്ക് നമുക്ക് നടന്നിറങ്ങണം. സോ നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു സ്പോട്ട് കണ്ടു. അപ്പോൾ അതേ ആ കേബിൾ കാർ ബാക്കിൽ വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിൻസ്വി ടെമ്പിളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ വഴിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ ചിൻസ്വി ടെമ്പിളിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഭയങ്കര മനോഹരമായ കളർഫുള്ളായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴി നിറയെ ഫോട്ടോഷൂട്ട്സാണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഫോണും ക്യാമറയും അതും ഇതുമൊക്കെ ആയിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ട്സും അതിന് പോസ് ചെയ്യുകയൊക്കെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. നേർവഴിയുണ്ട്, പക്ഷേ എന്നാലും സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് കണ്ടപ്പോൾ എന്താണെന്ന് നോക്കണമല്ലോ. സോ നമ്മൾ അതിൽ കൂടെ കയറി. അവിടെ നിന്ന് കയറി നേരെ നമ്മൾ ആ അപ്പുറത്തെ നമ്മുടെ ഒരു സ്റ്റെപ്പിൽ കൂടെ കയറി നേരെ നമ്മൾ അപ്പുറത്ത് ഇറങ്ങി. പക്ഷേ ഇതെല്ലാം സെയിം തന്നെയാണ്. നേരെ ആ ഒരു സൈഡിൽ കൂടെ ഇതാകുമ്പോഴത്തേനും കുറച്ച് ഒരു എന്താണ് നിഗൂഢത പോലെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമുക്കല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. സോ അതേ നമ്മൾ അങ്ങനെ ചിൻസ്വി ടെമ്പിളിൻ്റെ ആ ഒരു കോർട്ട്യാർഡിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ഫുള്ള് നമ്മൾ ആ എൻട്രൻസ് തൊട്ട് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള എല്ലാം കൊത്തുപണികളാണെങ്കിലും എല്ലാം വുഡിലൊക്കെ കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേ നമ്മുടെ ആ ഒരു ടെമ്പിളാണിത്. കാണാൻ നല്ല മനോഹരമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റായിരിക്കും. ഒരു പൊടി പോലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോഴത്തേക്കിനും അവർക്ക് ആ ഒരു ഗ്രൂപ്പിന് ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് തേജസിനെ വിളിച്ചു. അപ്പോൾ നമ്മുടെ തേജസ് അവർക്ക് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചിൻസ്വി ടെമ്പിളിലൊക്കെ ഇരിക്കാൻ കേട്ടോ. ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം, എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ചിൻസ്വി ടെമ്പിളിൻ്റെ ആ ഒരു സ്ഥലം മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ബിൽഡിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ആ ബിൽഡിങ്സിനെല്ലാം ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. ആ ഒരു പണിതിരിക്കുന്ന ആ ഒരു സ്റ്റൈലും എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സോ നമുക്ക് ഇനിയിപ്പോൾ അത് ഫുള്ളൊന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണെന്ന് അവിടെ ഫുള്ള് നമുക്കൊന്ന് റൗണ്ട് അടിച്ച് നോക്കാം കേട്ടോ. പിന്നെ കുറേ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ആ ഭാഗം ഫുള്ള് ടൈലിട്ടിരിക്കുകയാണ്. ആ പ്രദേശം ആ ഒരു ഏരിയ മൊത്തം ടൈലിട്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. എനിക്കൊന്ന് പണ്ടത്തെ അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും, അവരുടെ ആ ഒരു വേഷവിധാനങ്ങളും ആ ഒരു രീതിയിലൊക്കെയാണ് ആ സ്റ്റാച്യൂസ് നമുക്ക് അവിടെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ അങ്ങ് ആ ഒരു ലോങ് വ്യൂവിൽ കാണുന്നത് നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും. ആ ഒരു അടുത്ത് തന്നെ നമുക്ക് ചെന്ന് ആ പ്രതിമ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ലോങ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോവുകയാണ്. തേജസ് ഇവിടെ തകർപ്പൻ ഫോട്ടോഷൂട്ട്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കാറ്റുണ്ട്, നല്ല രസമാണ്, നല്ല സൂപ്പർ സ്പേസ് ആണ് കേട്ടോ. നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് നല്ല തണുപ്പുണ്ട്. എന്നാൽ ഭയങ്കര തണുപ്പല്ല, എല്ലാം കൊണ്ട് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ വലിയൊരു ബെല്ലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. എന്താ സംഭവം എന്നറിയില്ലല്ലോ. അപ്പോൾ ആ ബെല്ലിൽ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ചൈനീസ് ഭാഷയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു. ആ ഒരു എന്തോ ലെറ്റേഴ്സൊക്കെ ആ ബെല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാഗ്രഹം പറഞ്ഞിട്ട് നമ്മൾ മണി അടിക്കുക. അപ്പോൾ ഒരു മണി അടിക്കുന്നതിന് 5 റിംഗിറ്റ്സ് റേറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് ചിൻസ്വി വിഷിംഗ് ബെൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ആ ബെല്ലൊന്ന് ആ മണിയൊന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിക്കും. അങ്ങനെ ഒരു വിശ്വാസമാണ്. അവിടെ വലിയൊരു ബെല്ലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം നമ്മൾ മണി അടിക്കണം എന്നുണ്ടെങ്കിൽ 5 റിംഗറ്റ് ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ മണി അടിച്ചില്ല, ജസ്റ്റ് കണ്ടു, അതൊക്കെ വായിച്ച് നോക്കി എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ നീങ്ങുമായിരുന്നു. മണി അടിക്കാനായിട്ട് നമ്മൾ നിന്നില്ല കേട്ടോ.
അപ്പോൾ അതാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ഒരു ബെല്ലിൻ്റെ പ്രത്യേകതയാണ്, ആ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അത് നോക്കി കാര്യമായിട്ട് എന്താണ് സംഭവം എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. സോ നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ നടന്ന് നീങ്ങാൻ പോവുകയാണ്. നമുക്കിനിയിപ്പം നെക്സ്റ്റ് ഇതുപോലെ എന്താ പ്രത്യേകതയുള്ളതെന്ന് നോക്കാം. അപ്പോഴാണ് നമ്മളിത് ഇങ്ങനെ വിളക്ക് കണ്ടത്. എന്തോ വിളക്ക് മരമോ എന്താ സംഭവം നടത്തില്ല, ആ ഒരു കമ്പി പോലത്തെ സംഭവം, അതിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അപ്പം ഞാനും ട്രീസയും പിന്നെ കുറച്ച് ഫോട്ടോസിന് വേണ്ടി പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ തേസ് അവിടെ കഷ്ടപ്പെട്ട് നിന്ന് ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അതാണ് കാണുന്നത്. ലൈറ്റും ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതേ നമ്മൾ ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങി പോവാണ്. അവിടെ കുറച്ച് സ്റ്റെപ്പുണ്ട്, അവിടെ നമ്മൾ ഇനിയും താഴേക്ക് ഇറങ്ങി പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ തന്നെ കുറച്ച് മുന്നോട്ടുള്ളൊരു സ്പേസിൽ നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമയൊക്കെ കണ്ടില്ലേ, ആ ഒരു ലോങ് വ്യൂ, നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ കുറേ ചൈനീസ് ഡ്രസ്സൊക്കെ കണ്ടത്. അപ്പോൾ ഇതൊക്കെ അവർ റെൻറ്റിന് വെച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഇതുപോലെ ഫോട്ടോസ് എടുക്കാം കേട്ടോ. അവിടെ ആ മോഡൽസിനെ കണ്ടില്ല, അപ്പോൾ അതുപോലെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതൊരു അമ്പലം പോലെ ഒരു സംഭവമാണ് കേട്ടോ. അവിടെ ഒരു ദൈവത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ ഇനിയിപ്പം കുറച്ച് കയറണം. ആദ്യമേ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമായിരുന്നു, ഇതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ വേറെ വേറെ സ്ഥലം, എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യ ചൈനക്കാരും ഒക്കെയാണെന്ന് തോന്നുന്നു. വേറെ ആൾക്കാരാണ്, നമ്മൾ ഫേസൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ വലിയ ബുദ്ധൻ്റെ പ്രതിമയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ലോങ് വ്യൂവിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പോൾ അടുത്ത് വന്ന് നമുക്കത് കാണാൻ പറ്റി. അപ്പം വലിയൊരു പ്രതിമയാണ് കേട്ടോ. ബുദ്ധൻ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള വലിയൊരു പ്രതിമയാണ്. അല്ലെങ്കിൽ ഈ ബുദ്ധൻ്റെയൊക്കെ ആ ഒരു സ്പേസിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഭയങ്കര സൈലൻസ് ആയിരിക്കില്ല. ദേവാലയങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ ബുദ്ധനെയൊക്കെ പണ്ട് കാലത്ത് ആ ഒരു പഠിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ കാണുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒരു സന്തോഷം, ഒരു സമാധാനം, അങ്ങനത്തെ ആ ഒരു ഫീല്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അപ്പം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കുറേ ഇതൊക്കെ കണ്ടില്ല. എനിക്കൊന്ന് പണ്ട് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന ആ ഒരു രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതാണെന്ന് തോന്നുന്നു ആ കാണിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഈ ഒരു സ്പേസ് ഇതൊക്കെ കണ്ടില്ല, എന്തോ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്ന രീതിയിലുള്ള ആ ഒരു നമ്മുടെ ഈ കോടതി പോലുള്ള അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ പ്രതിമകളുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമുക്ക് കുറേ പ്രതിമകളെയൊക്കെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് അവിടെ മലായി ഭാഷയിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എന്നാലും നമുക്ക് ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇടയ്ക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ വെച്ചിട്ടുണ്ട്. തടിയും കൊണ്ട് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന് ഇത് കുറേ സ്പേസ്, എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 20 മുകളിൽ തന്നെ ഉണ്ട്. ഒരു 20 ഏക്കറിന് മുകളിലുണ്ട് ഇതിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇത് കുത്തനെയുള്ളൊരു സ്റ്റെപ്പാണ്. ഇനിയിപ്പം നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ്. ഇവിടുത്തെ എല്ലാം എന്നുവെച്ചാൽ നേച്ചറിനെ ഒട്ടും ദോഷമായിട്ട് ബാധിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ സെറ്റപ്പ്, എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവർ ചെയ്തിരിക്കുന്നത്. തടി കൊണ്ടാണ് ഇതിൻ്റെ തൂണും അതിലും എല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ ഒന്നും ഇങ്ങനെ നശിപ്പിക്കാത്ത ഒരു രീതിയിൽ, നല്ല രീതിയിൽ തന്നെ ആ ഒരു നേച്ചറിനെ അങ്ങനെ തന്നെയാക്കി നല്ല രീതിയിൽ നമ്മൾ പോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറേ പ്രതിമകൾ, അവിടെ കുറേ സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിൻസ്വി ടെമ്പിളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ആ വലിയൊരു ഗോപുരം പോലത്തെ സംഭവം. അപ്പം നമുക്ക് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. തുരുതുരെ ഇവിടെ ഒരാൾ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഇപ്പോൾ നമ്മൾ വന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് വന്നിടത്ത് നിന്നും കുറേ ഇങ്ങോട്ട് നമ്മൾ മുന്നോട്ട് വന്നു. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു. വെള്ളം നല്ല അത്യാവശ്യം ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമ്മളെ പോയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു, അവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോള് ഫുള്ളും എന്തൊക്കെയോ അവർ ചെയ്തും എഴുതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല, നമുക്ക് പോകാനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ഓട്ട പ്രദക്ഷിണമാണ് കേട്ടോ. ഓടി അവിടുത്തെ ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ജെന്നിങ് ഹൈലാൻഡ്സിൻ്റെ ആ ഒരു മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ ടിക്കറ്റിൻ്റെയൊക്കെ. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ ചിൻസ്വി ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ കേബിൾ കാറിൽ കയറുവാണ്. അപ്പം നമ്മൾ ഇനി ഫസ്റ്റ് വന്ന് നമ്മുടെ താഴേക്ക് നമുക്കിനിയും പോകണം. അപ്പോൾ അവിടുന്ന് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മുജീബിക്ക നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുള്ളൂ. സോ നമ്മൾ നമ്മുടെ കേബിൾ കാർ വഴി നേരെ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ജെന്നിങ് ഹൈലാൻഡ്സിന് ആ മോളിൽ നിന്ന് കയറി ഒരു ഫാമിലി എന്തോ ഉണ്ടായിരുന്നു നമ്മൾ കയറിയ കേബിൾ കാറിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ താഴേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന വേറൊരു മലയാളീസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർ ഓൾറെഡി തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ഫ്രം കീർത്തി.